ബ്രിട്ടാസ് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. ബ്രിട്ടാസ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളും മോഹൻലാലും പ്രിയദർശനും ഒക്കെ കാണുമ്പോൾ, എസ്പെഷ്യലി മോഹൻലാൽ, കാരണം ഞാൻ ഒരുപാട് പാട്ട് ലാലിന് വേണ്ടി പാടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഐക്യമുണ്ട്, അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കാണുമ്പം എന്താണ് പറയുന്ന തമാശകൾ, അതിലൊരു തമാശ പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറയാം, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര തെളിച്ചെന്ന് പറയാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പടത്തിൻ്റെ ഒരു ലൈനായിരിക്കുമോ എന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ കാണുമ്പോൾ പറയുന്ന ഏറ്റവും വലിയ തമാശകൾ എന്തൊക്കെയാണ്? അതിൽ ഒരു തമാശ പാവ ബ്രിട്ടാസിനൊന്ന് പറഞ്ഞു കൊടുത്തേര്. ഒരു പടി വെച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഞാനും ശ്രീകുട്ടനോ അല്ലെങ്കിൽ ഞാനും പ്രിയനുമായിട്ട് പറയുന്ന തമാശകൾ മറ്റൊരാൾക്ക് തമാശയായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ആ ചില തമാശകൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുട്ടന് പിന്നെ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നും, അല്ലേ? എങ്കിലും ശ്രീകുട്ടന് നമ്മൾ തമാശ എന്ന് പറയുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത് പറയുന്നതല്ലല്ലോ, അല്ലേ? തമാശകൾ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ലാലിന് മനസ്സിലായിരുന്നു. ഇതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ തമാശകൾ, ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ തമാശ പറയില്ലല്ലോ. ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു തമാശ പറയാനായിട്ട് ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ടായിരിക്കും ശ്രീകുട്ടൻ വരുന്നത്. അല്ല, അങ്ങനെ ഒരു പ്രത്യേക തമാശകളൊന്നുമില്ല. എപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്, ഒരു ജോഷിൽ തന്നെയാണ് എൻ്റെ യാത്ര, അല്ലേ? അപ്പോൾ ഒരാളെ കാണുമ്പോൾ ആദ്യം അയാൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അസുഖമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കുടുംബം, അങ്ങനെ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മൾ വേറൊരു തരത്തിലായിരിക്കും അവരോട് ഒരു തമാശയായിട്ട് നമ്മൾ പറയുന്നത്. അതെന്താണ് എന്നുള്ളൊരു പ്രത്യേക ഒരു തമാശ ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് പറഞ്ഞതല്ലോ, നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് തമാശ. MG പറഞ്ഞു വെച്ചത് അവസാനിപ്പിക്കാൻ വേണ്ടി വേറൊരു വിദ്വാൻ അവിടെ കാത്തിരിക്കുകയാണ്. വരട്ടെ. ഈ പ്രണയരംഗങ്ങൾ ആ കാലഘട്ടത്തിലെ എല്ലാ നടിമാരും, ഒരുമാതിരിപ്പെട്ട എല്ലാ നടിമാരും ലാലിൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വളരെ കംഫർട്ടബിളാണ്, നമ്മളെക്കൊണ്ട് പോലും നമ്മൾ പരിസരം മറന്ന് അഭിനയിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു പിന്നെ പ്രചോദനം ലാൽ നൽകാറുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രണയരംഗങ്ങൾ അഭിനയിക്കുമ്പോൾ ലാൽ ഒരു മോഹൻലാൽ എന്നുപരി ഒരു കഥാപാത്രമായി മാറി ആ പ്രണയത്തിൽ ആ കാമുകനായി മാറുമോ? അങ്ങനെ മാറുകയാണെങ്കിൽ എപ്പോഴാണ് തിരിച്ച് വീണ്ടും മോഹൻലാൽ ആകുന്നത്, അതോ ആകത്തില്ലേ? ആകത്തില്ല എന്നതിന് അടിവരയിടാൻ വേണ്ടിയാണ് മുകേഷ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അല്ല, നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോഴല്ലേ ഇതൊരു മേക്ക് ബിലീഫ് എന്ന് പറയുന്ന കാര്യമാണ്, അല്ലേ? ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ കണ്ടിട്ട് പറയണോ, മോഹൻലാലും മീനയും ആ ഫാമിലിയും ഭയങ്കര രസമായിരുന്നു, അല്ലേ? നമ്മളെപ്പോഴും ഒരു കംഫർട്ടബിൾ സോണിൽ അവരെ വന്നാലേ നമുക്കും സൗകര്യമായിട്ട് അഭിനയിക്കാൻ പറ്റും. ഇതൊരു മേക്ക് ബിലീഫാണല്ലോ. ഒരു പാട്ട് പാടുന്ന സമയത്ത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്ന് പാടണമെങ്കിൽ അവരൊരു മാൻകിടാവ് പോലെ ആയി മാറുകയും അതിൽ റെസിപ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം, അല്ലേ? തിരിച്ചും റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് അവരെ ഏറ്റവും കംഫർട്ടബിൾ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കംഫർട്ടബിൾ ആകും, അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പ്രണയരംഗങ്ങൾ ആദ്യം വരുന്ന ദിവസത്തെ ഒരു പരിചയമില്ലാത്ത 2 പേരാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും 2 സ്പീഷ്യസാണ്, അല്ലേ? ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും ഇതിനൊരു സത്യസന്ധതയോ അല്ലെ എന്തെങ്കിലും തിരിച്ച് തോന്നിയാലേ പറയാനും പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചില തമാശകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നത് നമ്മളും കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുകേഷ് പറഞ്ഞതിന് ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോകുന്നു. കട്ടെന്ന് പറയുമ്പോൾ എങ്ങനെ അത് പോകുന്നു, പക്ഷെ അവർക്കായിരിക്കും, എനിക്കത് ആ സിനിമ കഴിയുന്നിടം വരെ ഉണ്ടാവും. അത് ശരി, സിനിമ കഴിഞ്ഞും കട്ടാക്കുന്നില്ലെന്നാണല്ലോ ഇപ്പം. നല്ല കാര്യം, അവനെ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അവൻ ഒരു മഹാനായ മനുഷ്യനാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചേ, അങ്ങനെയുള്ള പ്രണയം എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ യു ഹാവ് നോ റൈറ്റ് ടു എന്താ പറയേണ്ടത്, എൻ്റെ പ്രണയം നിഷേധിക്കാൻ നിങ്ങൾക്കൊരു അവകാശമില്ലെന്നാണ്. നിങ്ങൾക്ക് പ്രണയിക്കാതിരിക്കാം, എനിക്ക് പ്രണയിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ലാല് 1000-10,000 പ്രണയമായിട്ട് മുമ്പോട്ട് പോട്ടെ, ഞങ്ങൾ അതെല്ലാം വേണ്ടേ? ഞങ്ങൾ അതിലൊന്നും ഒരു
ഒരു തരത്തിലും ഒരു ലോഭം. അല്ല അപ്പം അയാൾ എന്തിനാണ് ഇത് കട്ടാക്കാൻ പറയണേ? അതങ്ങനെ മുമ്പോട്ട് പൊക്കോട്ടെ. അയാൾ പറയണ വെച്ചാൽ കട്ടാക്കുവോ എന്നാ ചോദിച്ചത്. ഇല്ല, കട്ടാക്കില്ല മുകേഷ്. പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു ഫീലിംഗ് ആണ് അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ഓപ്പോസിറ്റ് ഒരു ജെൻഡറിനോട് തോന്നുകയും സ്വന്തമായിട്ടും അല്ല എല്ലാത്തിനോടും തോന്നുന്നൊരു കാര്യമാണ്. അതൊരു ലൗകിക പ്രണയം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത് അതിൽ തന്നെ കടന്നോട്ടെ. നമ്മൾ അതിൽ നിന്ന് ഞാൻ എന്താ കാരണം അറിയാം, ഞാൻ എപ്പോഴും ലാലിൻ്റെ എല്ലാ അഭിമുഖങ്ങളും നോക്കിയിട്ടുണ്ട്. ഒരു ഹോംവർക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാ അഭിമുഖങ്ങളിലും ആൾക്കാർ നിർബന്ധമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലാലിൻ്റെ പ്രണയങ്ങൾ. ലാല് വാച്ച് നോക്കി തുടങ്ങി. വാച്ച് നോക്കാനുള്ളതല്ലേ?